കറക്റ്റ് ഷോട്ടൊക്കെ നടുക്ക്. ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴയിലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് നമ്മൾ മറ്റൊരു രീതിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഫിഷിങ്ങിന് മുമ്പ് ഈ സ്ലിംഗ് ഷോട്ട് എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇത് പരിചയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് മറ്റൊരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും A to Z കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ അറിയണം. അപ്പോൾ എന്നാലേ നമുക്കിത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഫിഷിങ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫിഷിങ്ങിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാം. ഇതാണ് സ്ലിംഗ് ഷോട്ട് താരം, ജിവിൻ PG എന്നാണ് പേര്. അപ്പോൾ ഇദ്ദേഹമാണ് സ്ലിംഗ് ഷോട്ട് ചെയ്യുന്നത്. തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ജിവിൻ PGക്ക് ഒരു ഫിഷിംഗ് ചാനലുണ്ട്. അപ്പോൾ ഫിഷിംഗ് ചാനലിൻ്റെ പേര് ഫിഷിംഗ് ലാൻഡ് എന്നാണ്. അപ്പോൾ അടിപൊളി സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതാണ്, നല്ല വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ചാനലൊന്ന് കയറി കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫിഷിംഗ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമുക്കിനി സ്ലിംഗ് ഷോട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. കാര്യത്തിലേക്ക് കിടക്കാം. സ്ലിംഗ് ഷോട്ടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കവണ. അതായത് ബെൽറ്റ് എന്ന് ആണ് പണ്ടുള്ളവർ പറഞ്ഞ. പണ്ട് നമ്മൾ കാക്കത്തെറ്റാലി, പണ്ട് നമ്മൾ കാക്കയൊക്കെ ഓടിക്കാനും മറ്റ് കിളികളെയൊക്കെ പിടിക്കാനും പണ്ടുള്ളവർ ചെറുപ്പം മുതലൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഇതിന് ഫിഷിങ്ങിൻ്റേതായ ഒരു ടെക്നോളജി അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുതിയൊരു അമ്പും ഇതിന് പിന്നെ നമ്മൾ ചൂണ്ടലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ റീല്, അതും ഇങ്ങനെ ഞെക്കുമ്പോൾ വരുന്ന നൂല് അഴിഞ്ഞഴിഞ്ഞു ഇതിനകത്ത് നമുക്ക് 50-60 മീറ്റർ നൂലോളം കയറ്റാൻ പറ്റും. നമ്മൾ ഫിഷ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ബെൽറ്റ് കവണ എന്ന് പറയും. കവണ അതിൽ ഇതാണ് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിക്കുന്നതാണ്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തെറ്റാലി പോയിട്ട് ഇത് നമ്മൾ തെറ്റാലിക്ക് വലിയ നീളമുള്ള അമ്പും കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഈസി ഹാൻഡിലിംഗ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ സേഫ്റ്റി. ഇത് സേഫ്റ്റി മെഷർമെൻറ്റ് ഭയങ്കരമായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഒരു ചട്ടയാണിത്. ഇത് നമുക്ക് വിരലിലും ഇതിലൊക്കെ അടി കൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇരുമ്പിൻ്റെ ഈ വിരലിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ, കാരണം ഈ കവണ നമ്മളിങ്ങനെ പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇത് മേളിൽ ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ വലിക്കുമ്പം ഇതിങ്ങനെ കൊളുത്തിയിട്ട് വലിക്കുന്നത് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും നമ്മൾ വിരലിൽ അടി കൊള്ളാനുള്ള സാധ്യത. ഇങ്ങനെ അടി വിട്ട് കഴിയുമ്പം ഇത് പരിചയമില്ലാത്തവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ ഈ വിരലിനെ നമ്മുടെ ഇവിടെ തന്നെ കൊള്ളും. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു മിസ്സിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച് പരിചയമാവുന്നവരും പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യം പിന്നെന്ന് പറഞ്ഞ ഒരു കാര്യം സേഫ്റ്റി ഗ്ലൗസ്. കാരണം ഇതിൻ്റെ ഇത് ബ്രൈഡാണ്, നമ്മുടെ സാധാരണ ടങ്കീസ് അല്ല, ജപ്പാൻ മെയ്ഡ് ബ്രൈഡ് എന്ന് പറയും. ചൂണ്ടലൊക്കെ ഇപ്പം ന്യൂജൻ ടെക്നോളജി ഉപയോഗിക്കുന്ന ചൂണ്ടലും ഫിഷിംഗ് റീലിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ബ്രൈഡാണ്. അപ്പോൾ ഇതിന് നമ്മൾ അടിച്ച് സ്വിച്ച് ഞെക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. സ്വിച്ച് ഞെക്കിയിട്ട് അടിക്കുമ്പോഴത്തേക്കിനും നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പം അടിക്കുന്നതിന് മുമ്പ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ബട്ടൺ പ്രസ്സായിട്ടുണ്ടോ നോക്കുക, ഈ നൂല് റിലീസ് ആകുമെന്ന് നോക്കുക. അതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൂല് റിലീസ് ആവാൻ തുടങ്ങും. അങ്ങനെയാണ് നൂല്. അപ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി നൂല് റിലീസായി. പിന്നെ നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പിടിക്കുന്ന നമ്മുടെ ഈ വെട്ട് പിടിക്കുന്ന പറഞ്ഞാൽ മേളിക്കൂടെ, ഈ കൈയുടെ മേളിക്കൂടെ ഇങ്ങനെ കോർത്ത് വലിക്കാവുള്ളൂ. ഇതിന് അടിവശത്ത് കൂടി ഇങ്ങനെ കോർത്ത് ഒരു കാരണവശാലും ഇങ്ങനെ തിരിച്ച് വലിക്കരുത്. വലിച്ചാൽ കയ്യിൽ അടി കൊള്ളും. ഇതിനകത്തൂടെ ഈ നൂല് കയറി പോയി കഴിയുമ്പോഴത്തേക്കും കുരുങ്ങാനുള്ള സാധ്യത റിട്ടേൺ അടി, അതായത് തിരിച്ച് ഇപ്പം നമ്മൾ നോക്കിയിരുന്നാൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെയിനായിട്ടും കണ്ണാടിയും ഹെൽമെറ്റ്, ഈ തൊപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കിനും ഇത് ഞാനൊന്ന് അടിച്ച് കാണിക്കാം. ഇതാണ് ഇങ്ങനെ അടിക്കുന്നത് കണ്ടോ, നല്ല ഫോഴ്സാണ്, അത് ഭയങ്കര ഫോഴ്സാണ് ഇതിന്. എത്ര മീറ്റർ വരെ താഴേക്ക്? ഇത് നമുക്ക് താഴേക്ക് ഈ പറഞ്ഞ പോലെ കമ്പനി ഉപയോഗിക്കുന്ന ഡാറ്റാണ്. കമ്പനി ഉപയോഗിക്കുന്ന ഡാറ്റ കാരണം നമ്മൾ പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഓരോരുത്തരുടെ ഇപ്പം നമ്മുടെ ആരോഗ്യത്തിൻ്റെയും കൈയുടെ പവർ, വലിക്കുന്ന പവറിനനുസരിച്ചൊക്കെയാണ് ഇത് താഴത്തിലോട്ട് പോകുന്നത്. എന്നാലും ഒരു 2 അടി 3 അടി ഞാനൊരു ഒരാൾ താഴ്ച, അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 അടി താഴ്ച നിൽക്കുന്ന മീനെ വരെ അടിച്ച് പിടിച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ ചാനലിൽ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ കൂടുതലും ഇവർ ഈ കമ്പനി തരുന്ന നമുക്ക് അമ്പ് കൊണ്ട്
ഒരുമാതിരി ടോപ്പ് വാട്ടറിൽ നിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട മീനാണ്. നമുക്ക് ഇപ്പം വലിയ മീനുകളാണെങ്കിൽ പോലും ഞാനൊരു 2 കിലോ 3 കിലോ ഉള്ള മീനെ വരെ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ മീനെ പിടിക്കാൻ പറ്റും. കൂടുതൽ പിന്നെന്ന് പറയുന്നത് മീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് സ്കില്ലാണ്. നമ്മൾ അടിച്ചടിച്ച് കഴിച്ച് പ്രാക്ടീസ്, എപ്പോഴും ഇത് പ്രാക്ടീസാണ് മെയിനായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ. പ്രാക്ടീസ് ഇല്ലാതെ ഇത് ഉപയോഗിക്കരുത്, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കണ്ട് ചാടി കയറി മേടിക്കാൻ നിൽക്കരുത് ആരും. ഡേഞ്ചറായിട്ടുള്ള വെപ്പണാണ്. പിന്നെ ഇത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ പരിചയമുള്ള ആരെയും കൊണ്ടുപോയി അല്ലെങ്കിൽ അവരുടെ കൂടെ നടന്നുണ്ടെങ്കിൽ സാധനം കാണുക, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അത് പിടിക്കേണ്ടത്, അമ്പ് വീടേണ്ടത്, ആ ഡവർ ബാൻഡ് വലിക്കുന്നതിൻ്റെ രീതി എല്ലാം മെയിനായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ചാടി കയറി മീൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചാടി കയറി ആരും മേടിക്കാൻ നിൽക്കരുത്. മേടിച്ചാൽ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കുക. ഒരു സംഭവമാണ് കേട്ടോ, കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, ആരും ചാടിക്കേറി മേടിക്കരുത്, അപകടം വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ സേഫായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നോ പ്രോബ്ലം. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചാടി കയറി മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ അറിയാവുന്ന ആരെങ്കിലും കൂട്ടി കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നമ്മളും അതുകൊണ്ടാണ് വന്നേക്കുന്നത്, അറിയാവുന്ന ആളെ കൂട്ടി നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റബ്ബറാണ്, അത്യാവശ്യം നല്ല പവറുള്ള ബാൻഡാണ്. ചേച്ചി വലിച്ച 2 കൂടെ കൂട്ടുക, 4 പിണ്ണം കൂടെ വലിച്ചു നോക്കി. നല്ല പവറുണ്ട്, നല്ല പവറാണ്, നല്ല വലിവാണ്, നല്ല പവർ. അതായത് ഒരുമാതിരിപ്പെട്ട വലിയ മീൻ, എന്നാ വലിയ മീനാന്ന് പറഞ്ഞാലും അടി കൊണ്ട നല്ല പവറാണ്, അടിച്ച് തുളച്ച് അപ്പുറത്തിറങ്ങും. ഇതാണ് പിന്നെ ഈ കമ്പനി തരുന്ന, നമുക്ക് ഇതിൻ്റെ കമ്പനി തരുന്ന അമ്പ്. അതായത് നമുക്ക് റെഡിമെയ്ഡ് സ്ലിംഗ് ഷോട്ട് സെറ്റിൻ്റെ കൂടെ കമ്പനി തരുന്ന അമ്പ്. അത് ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന. നല്ല ഷാർപ്പാണ് കേട്ടോ. ഇത് രണ്ടും വെച്ച് നോക്കും, കമ്പനിയുടെ അമ്പും സ്വന്തമായി നിർമ്മിക്കുന്ന അമ്പും വെച്ച് നോക്കുമ്പോൾ നല്ല ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അമ്പും ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന അമ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കമ്പനിയുടെ അമ്പ് ഉപയോഗിച്ച് കമ്പനിയെ നമ്മൾ കുറ്റം പറയില്ല, അവരുണ്ടാക്കുന്ന കമ്പനി സാധനം നല്ല സാധനമാണ്. പക്ഷേ നമുക്ക് ഒരുമാതിരി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ അത്രയും പൊക്കം, ഇത്രയും വെള്ളത്തിനടിയിലോട്ട് മീൻ താഴോട്ട് പോകുന്നതനുസരിച്ച് ഒരുമാതിരി വലിയ മീനൊക്കെ ആണെങ്കിൽ മീൻ താഴോട്ട് പോകുന്ന മീനെ അടിച്ചാൽ കമ്പനി തരുന്ന അമ്പ് കൊണ്ട് നമ്മൾ അടിച്ച ഡാർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഡാർട്ട് കൊണ്ട് അടിച്ചാൽ നമുക്ക് മിസ്സാവാനുള്ള ചാൻസ്. അതായത് ഇതിന് ഉടക്കമുണ്ട്, മീൻ നമ്മുടെ മീനിൻ്റെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ മീൻ മിസ്സാവത്തില്ല. പക്ഷേ ഇച്ചിരി താഴോട്ട് പോകും തോറും ഇതിനടിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് വെള്ളത്തിൽ ഇച്ചിരി പാളിപ്പാളി പോകുന്നുണ്ട്, അത് പാളിപ്പോകും. പക്ഷെ നമ്മൾ അങ്ങനെ ഇച്ചിരി താഴോട്ട് നിൽക്കുന്ന മീനിനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ്, നമ്മൾ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടി വരും. നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട്. ആർക്കെങ്കിലും മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് മേക്ക് ചെയ്യുന്ന വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് നമുക്ക് ഇച്ചിരി ആഴത്ത് നിൽക്കുന്ന മീനിനെ നല്ല നേരെ നിൽക്കുന്നത്, പാളാതെ വെയിറ്റ് കൂടി. കാരണം ഇതിനകത്ത് നമ്മൾ വെയിറ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു 100 ഗ്രാം പോലും ഇല്ല കമ്പനിയുടെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഇച്ചിരി വലിയ മീനുകളെ അടിക്കാനായിട്ട് നമ്മൾ ഇപ്പം ഉടക്ക് ഒരു വേറെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇച്ചിരി നീളത്തിലും ഇതിന്റെ ഉടക്ക് ഈ ഉടക്ക് മാത്രം, ഈ ഉടക്കിന്റെ പ്രത്യേകത. അതായത് നമുക്ക് ഈ കമ്പനി ഉണ്ട്, ഇപ്പൊ ഈ ഹാൻഡ് മെയ്ഡ് ഡാറ്റയില് ഈ പറഞ്ഞ പോലെ ഇച്ചിരി വലിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻ വലിച്ചോണ്ട് ഓടുമ്പം അതേന്ന് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഹാൻഡ് മെയ്ഡ് ഡാറ്റ അല്ല, ഇത് കമ്പനി ഡാറ്റയിൽ ഈ ഒരു ഉടക്കം ഉള്ളത് കൊണ്ട് മീൻ മിസ്സാവത്തില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ഡാറ്റയിൽ മീൻ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ മീൻ ഒരുമാതിരി ഇച്ചിരി ഇപ്പോൾ 2 കിലോയ്ക്ക് മേളിലോട്ടുള്ള ചെറുമീൻ, വാഹ, അതുപോലെ കട്ടളാരു, അതുപോലുള്ള മീനുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാടൻ തെറ്റാലിയുടെ ഉടക്ക് രീതിയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അമ്പുകളാണ്. ഇതിൻ്റെ ഉറക്കാണ് ഇതിൻ്റെ ഈ ഉടക്ക് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് മോനെ ഇപ്പം മീൻ ഇപ്പോൾ ഒരു കല്ലിൻ്റെ മേളിലൊക്കെയാണ് മീൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അടിച്ചു മീനിൻ്റെ ദേഹത്ത് കൊണ്ടാൽ പോലും, കരിമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ദേഹത്ത് കൊണ്ടിട്ട് ഇത് താഴെ പോയി കല്ലേ കൊടുക്കും. കാരണം അത്ര ഫോഴ്സ്, ഇതിന് നല്ല ഫോഴ്സ്. അതുകൊണ്ടാണ് പഠിക്കുന്നത്. ഒരു കാരണവശാലും ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരാൾ നിൽക്കുന്ന ഒരു കാരണവശാലും ഇത് ആളിൻ്റെ നേരെയോ ആൾ നിൽക്കുന്നതിന് ഒരു കാരണവശാലും ഇത് വലിച്ചു പിടിച്ചു പോയി. കാരണം ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ ഇത് നിസാരമായിട്ട്
ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മിസ്സാകും. അതായത് ഇത് ഇങ്ങനെ പിടിക്കുമ്പം കയ്യിൽ നിന്ന് ഇത് വഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാൽ നമ്മുടെ നിൽക്കുന്ന ആളുടെ മുന്നിലോ അല്ലെങ്കിൽ കുട്ടികൾ നിൽക്കുമ്പോഴോ ഒരു കാരണവശാൽ ഈ സാധനം ഉപയോഗിക്കരുത്. മെയിനായിട്ട് അതാണ് ചെയ്യരുത്. ഈ കവണയ്ക്ക് ഇതിന് ഫ്രണ്ട് വശം ബാക്ക് വശമുണ്ട്. കവണയ്ക്ക് 2 സൈഡാണ്. അതായത് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കവണ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ കൈക്കകത്ത് ഈ കൈയുടെ ഈ കുഴുവിനനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കുഴുവിനകത്ത് ഈ മുഴച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ കവണയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ വളഞ്ഞിട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ വളഞ്ഞു വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് വലിക്കുമ്പം കവണ ഇങ്ങനെ വരും, ഈ സൈഡിലോട്ടായിരിക്കും വലിവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കൈ മറഞ്ഞിട്ട് ഈ കവണ നമുക്ക് കാണാൻ പറ്റും. ഈ കവണ നമുക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് മിസ്യൂസ് ഇത് ചില അറിയാൻ മേലാത്ത ഇപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് തിരിച്ച് പിടിക്കും. ചില ആൾക്കാർ ഇങ്ങനെ തിരിച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ പ്രത്യേകത ഇത് കണ്ടോ, വലിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഈ കവണയുടെ എൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. കൈ മറഞ്ഞു ഈ കൈ ഫ്രണ്ടിലോട്ട് വരും. കൈ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കൈയുടെ ഇവിടെ അടികൊള്ളു. ഈ സേഫ്റ്റി ഗാർഡ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഭാഗത്ത് വിരലിൻ്റെ ഈ ഭാഗത്ത് അടി കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡാർട്ട് ഇവിടെ വന്ന് കിഴുത്ത് നമ്മുടെ കൈ തുളഞ്ഞ് അപ്പുറത്ത് വരും. കാരണം അതിൻ്റെ പവർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഫോഴ്സാണ്. അതാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കവണ പിടിക്കുന്ന മെയിനായിട്ട് പിടിക്കുന്നത് ഈ കൈവെള്ളം. അതിനാണ് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ മുഴപ്പിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ കൈവെള്ളമൊക്കെ നമുക്കൊരു കുഴുവുള്ളതാണ്. ആ കുഴുവിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് പിടിക്കാൻ. ഇത് പിടിക്കുക ഈ ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെ ഇടയ്ക്ക് ഈ കവണയാക്കി പിടിക്കുക. അപ്പോഴത്തേക്കിന് ഈ കവണയുടെ ഫ്രണ്ട് ഇതിൻ്റെ റബ്ബർ ബാൻഡ് വലിക്കുന്നത് നമുക്ക് ഇതാണ് ഇതിൻ്റെ എയിമിംഗ് പോയിൻ്റ്. അതായത് നമ്മൾ തോക്കിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത് കാഞ്ചിയുടെ മേളിൽ വരുന്ന എയിമിംഗ് പോയിൻ്റ് എന്ന് പറയും. അതിപ്പം ഈ കവണ പിടിക്കുന്ന 2 രീതിയിൽ പിടിക്കാം. ഒന്ന് ഈ 90 ഡിഗ്രിയിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തിരിച്ചും പിടിക്കാം, ഇത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും പിടിക്കാം. അത് ഓരോരുത്തരുടെ കൈവശം വരുന്നതനുസരിച്ചാണ് ഇത് പിടിക്കുന്നത്. പിന്നെ ഇത് ഉന്നം പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ഉപയോഗിച്ച് വേണം ഇതിൻ്റെ ഉന്നം പഠിക്കാൻ. ഇതാണ് കമ്പനി പറയുന്ന അതിൻ്റെ എയിമിംഗ് പോയിൻ്റ് ഇതാണ്. അത് നമ്മൾ ഈ 45 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ 95 ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇതാണ് സാധാരണ 90 ഡിഗ്രി പറയുന്നത്. അപ്പം 45 ഇങ്ങനെ തിരിച്ച് 90 ഡിഗ്രി പിടിക്കുമ്പം ഇത് ഇതിൻ്റെ എയിമിംഗ് പോയിൻ്റാണ്. മീനിനെ നമ്മൾ ഈ വെട്ടിനകത്തൂടെ കാണണം. അല്ലാതെ നമ്മളിപ്പം തിരിച്ച് ഇങ്ങനെ 90 ഡിഗ്രിയിലാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ മീനിനെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് അവിടെ അത് പോകുന്നുണ്ടോ, ഒരു ഇല പോലെ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നു കണ്ടോ? അതാണ് മീൻ. അതിൻ്റെ ആ മീൻ നിൽക്കുന്നത് ഇപ്പം മീൻ അങ്ങനെ വെട്ടിക്കലായിട്ട് മേളി വന്ന് നിൽക്കത്തില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഇപ്പം മീൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആ ഇല ഇങ്ങനെ കിടക്കുന്നത് മീൻ്റെ താഴെയാണ്. കറക്റ്റ് ഈ പോയിന്റിലടി ആ ഇല നമ്മൾ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ മീനിൻ്റെ മേൽഭാഗത്താണ് പോയിന്റ് വെക്കുന്നത്. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് അടികൊള്ളും. അതുകൊണ്ടാണ് ഈ കവണയുടെ ഈ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഉന്നം പിടിച്ചാൽ കറക്റ്റ് ഈ സെൻറ്റർ ഭാഗത്തായിരിക്കും. അതായത് മീനിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മീനാണെന്നുണ്ടെങ്കിൽ ആ മീനിൻ്റെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് ഈ കവണ എയിമിംഗ് പോയിന്റ് നമ്മൾ ഈ ഭാഗത്താണ് പിടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ ഷൂട്ടാവും. ആ മീനിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് അടികൊള്ളും. ഈ വണ്ടി മാറ്റിക്കണം. ഇന്നത്തെ ഫിഷിങ്ങിൽ വേണ്ട ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും കരിമീനാണ്, അതിനിടയ്ക്ക് ഒരു വരാലും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മളിതിന് വേണ്ടി മെനക്കെട്ടുള്ളൂ. അപ്പോൾ വേണ്ട കുറേ അധികം മീനെ കിട്ടിയിട്ടുണ്ട്. വരാലൊക്കെ ഇവിടെ വാലിട്ട് പടപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും ചത്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? കരിമീനോ? ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതിയില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ഫിഷിങ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം നല്ല വെയിലാണ്. അപ്പോൾ ബേബി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഫിഷിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുവാണ്, ഫിഷിംഗ് ലാൻഡ് എന്ന ചാനലിൽ കയറി നോക്കിയാൽ ഈ സ്ലിംഗ് ഷോട്ടിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.